ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 13-ന്. മാർച്ച് 13-നാണ് നമ്മുടെ ദേശത്തെ പൂരമായ ആമക്കാവ് പൂരം. അന്നാണ് മോൻ ജനിച്ചത്. അപ്പോൾ എല്ലാവരും, അതായത് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു, അളിയനും വന്നിട്ടുണ്ടായിരുന്നു, മക്കളും മരുമക്കളും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട് വെച്ചിട്ട് ആദ്യത്തെ പൂരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും പൂരം കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ വെടിക്കെട്ടുമൊക്കെ കേമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരവും കേമായിരുന്നു, ബർത്ത്ഡേയും കേമായിരുന്നു. എല്ലാവരും കൂടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഞങ്ങൾ മൂന്നാളുള്ള ഈ വീട്ടിൽ എല്ലാവരും കൂടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം വല്ലപ്പോഴാണ് എന്താ പറയുക, ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു നിമിഷം കിട്ടുക. അപ്പോൾ അത് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. പിന്നെ ഈ വെക്കേഷൻ ടൈം ആയ കാരണം എക്സാമുകൾ ഉണ്ടെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ ആയ കാരണം കറക്റ്റ് ദിവസത്തിന് കുട്ടികൾക്ക് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എൻജോയ് ചെയ്തു വന്നു. ബർത്ത്ഡേ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്തു. അവർ പിറ്റേ ദിവസമാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്തോ പോലെ ആയിട്ടാ എന്നുവെച്ചാൽ ആ ഒരു ദിവസം ഭയങ്കര ബഹളമായിരുന്നു. രാത്രി 2 മണി കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പുലർച്ചെ പൂരത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നത് 2:30 അപ്പം പിന്നെ ആരും എണീറ്റുമില്ല ആ പൂരത്തിന് പോകാനായിട്ട്. അതായത് പുലർച്ചെ പൂരവും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ നേരം വെളുത്ത് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പെരിങ്ങോട് തന്നെ ഒരു ചേച്ചിയുടെ വീടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി. ചേച്ചിക്ക് വരാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവർ പോയതിൻ്റെ പിന്നാലെ ഊണ് കഴിച്ചിട്ട് ഞങ്ങളും പോയി. ഇവിടെ ഒരു നേരം എല്ലാവരും കൂടെ കൂടിയ പോലെ തന്നെ ആ ചേച്ചിയുടെ വീട്ടിലും പോയിട്ട് ഒരു നേരം ഊണൊക്കെ കഴിച്ച് ഒരു നേരം കൂടിയിട്ട് വൈകുന്നേരം പോകുന്നു പറഞ്ഞിട്ടാണ് അവർ പോയതിട്ടാ. അപ്പോൾ എല്ലാവരും കൂടെ പോയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മോനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ ഞങ്ങൾ എന്നാൽ പോണത് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതാണ്. ലാസ്റ്റ് അവിടെ ചെന്നപ്പോൾ അവർ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി 9:30 ആയിട്ടാണ് വന്നപ്പോൾ അമ്മായിമാരും ചേട്ടനും ചേച്ചിമാരും എല്ലാവരും കൂടെ അതേ കേക്ക് കൊടുക്കലും മുഖത്ത് തേക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം ചെറുപ്പത്തിലെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാലക്കാട് പോയതിന് ശേഷം അങ്ങനെ ബർത്ത്ഡേക്ക് ഒന്നും വരാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ എക്സാം ടൈം ആവും, അല്ലെങ്കിൽ പിന്നെ ജോലി ഉണ്ടാവും, ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. ഞങ്ങളും അവിടെയാണെങ്കിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നുമില്ല. കാരണം വീട്ടിൽ വെച്ച് കേക്ക് മേടിക്കും, കട്ട് ചെയ്യും, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പകൽ ഇല്ലാത്ത കാരണം നൈറ്റ് ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യും. ഇടയിൽ ചില തവണ മാത്രം ഞങ്ങൾക്ക് സദ്യ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് അത് കറക്റ്റ് ആ ഡേറ്റിന് തന്നെ ഇവിടെ ഉണ്ടാവാനും സാധിച്ചു. ആദ്യത്തെ പൂരം ഇവിടെ വെച്ചിട്ട് എല്ലാവർക്കും കൂടാനും പറ്റി. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ഹാപ്പി സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു എല്ലാവരും കൂടിയപ്പോൾ. ഇതൊക്കെയല്ലേ എന്താ പറയുക, കുട്ടികൾ വലുതാവുമ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഓരോ അവസരങ്ങളാണ്. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ എല്ലാവരും കൂടി ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോക്ലേറ്റ് ആണ് അതിൻ്റെ മെയിൻ. അത് ജർമ്മൻ ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മട്ടിപ്പ് വരുന്നില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ഒരാളിതേ ക്രീം തോണ്ടി തോണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ബർത്ത്ഡേയോ പൂരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടിയിട്ടൊന്ന് ആഘോഷിക്കുക. ഇതൊക്കെ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും ഓർത്തിരിക്കാനും പറ്റിയ നല്ല നിമിഷങ്ങളാണ് അല്ലേ?